നമസ്കാരം. ടി പുലർകാലത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഇന്നത്തെ പ്രഭാത കാഴ്ച മനസ്സിന് സന്തോഷമുള്ള ഒന്നാകണേ എന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയെല്ലാം രാത്രി സുഖസുന്ദരമായ ഉറക്കത്തിന് വേണ്ടി ശ്രമിച്ചാലും ശരി, പിറ്റേ ദിവസത്തെ കാത്തിരിക്കുന്ന ഫിക്സഡ് പ്രോഗ്രാം ചാർട്ടിൻ്റെ പ്രതീതകളൊക്കെ തന്നെ മനസ്സിനെ സ്വാധീനിച്ചേക്കാം. അതാണല്ലോ പുലർകാലം ഇപ്പോൾ ശാന്തസുന്ദരം എന്ന് പറയുന്നതിന് പകരം സംഘർഷഭരിതം എന്ന് പലപ്പോഴും പറയാറുണ്ട്. കാരണം അന്നത്തെ ദിവസം ഏതൊക്കെ രീതിയിലായിരിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ ആശങ്കകൾ പലപ്പോഴായിട്ട് വരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുപരിചിതമായ മുഖം, കാഴ്ചയുടെ കാര്യം പറയുമ്പോൾ ചിലതൊക്കെ കാഴ്ച തന്നെ കലയാണ് എന്ന് പറയാറുണ്ട്. നമ്മുടെ കഴിഞ്ഞുപോയ ഒരു ദിവസത്തെ എപ്പിസോഡിൽ ഗായകൻ ദാസേട്ടൻ്റെ നിരവധി ചിത്രങ്ങൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രവും പാട്ട് പോലെ തന്നെ ഒരു കാഴ്ചയാണ്. എന്നാൽ നമ്മുടെ സിനിമാ രംഗത്ത് മാത്രമല്ല, എന്തും ഏതും കാഴ്ചയിലൂടെ നമ്മളെ സ്വാധീനിക്കുമ്പോൾ അങ്ങനെ കാഴ്ചകളുടെ ലോകത്ത് ഒരു കാലഘട്ടം മുഴുവൻ വിസ്മയങ്ങൾ തീർത്ത ഒരു കലാകാരൻ. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ ആമുഖത്തിൻ്റെ ആവശ്യകതയില്ലെന്ന്. കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത് മാത്രമല്ല, കാഴ്ചയിൽ തന്നെ ഒരു കല സമ്മാനിക്കുക. അതാണ് ഇന്നത്തെ ടി പുലർകാലത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചയും വാക്കുമൊക്കെയായി നമ്മളിലേക്ക് എത്തുന്നത്. ശ്രീ സാബു കുളോണിയ. സന്തോഷത്തോടെ പുലർകാലത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാനീ പറഞ്ഞതുപോലെ എങ്ങനെ കാണണം, എന്ത് കാണണം, അത് ഏത് രീതിയിലായിരിക്കണം കാണേണ്ടത്, ഇതെല്ലാം തന്നെ ഒരു കല മലയാളിക്ക് സമ്മാനിച്ചതിൽ അതിയായ പങ്ക് സാബു ചേട്ടനുണ്ട്. നമ്മുടെ അഭ്രപാളിയുടെ രംഗത്താണെങ്കിലും അതേപോലെ തന്നെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അത് നിരവധി ദശാബ്ദങ്ങളായി വ്യാഴവട്ടങ്ങളായി തുടരുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വസന്തോത്സവം എന്നൊക്കെ പറയാവുന്ന ഒരു വസന്തകാലം മലയാളത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ആ ഒരു കാലഘട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് ഈ ശിശിരകാലത്തും മഞ്ഞിൻ്റെ കാലത്തും എല്ലാവരും ഓർക്കുന്നത് ആ ഒരു വസന്തമൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു കലാകാരനായിട്ട് രംഗത്തേക്ക് വരികയും പരസ്യകലയുടെ രംഗത്ത് മാത്രമല്ല, അന്നത്തെ അഭ്രപാളിയുടെ ചിത്രങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കറിയാം. ഒരു 80-90 കാലഘട്ടത്തിലേക്ക് ഇറങ്ങുന്ന മലയാള സിനിമയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ആ ചിത്രം കാണണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് വഴിയോരങ്ങളാണ്. വഴിയോരങ്ങളെ കാഴ്ചകളിൽ നിന്നാണ് ആ ചിത്രം കൊള്ളാം അല്ലെങ്കിൽ അത് വേണമോ വേണ്ടയോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കുക, അല്ലേ? ആ കാലഘട്ടത്തിലാണ് സാബുട്ടിനെയൊക്കെ മലയാള സിനിമയുടെ ഒരു പ്രത്യേക മേഖലയിൽ, ആ മേഖലയാണ് എവിടെയും ലക്ഷ്യം. കാരണം എന്ന് പറഞ്ഞാൽ അതിൽ കൂടി മാത്രമേ ഒരു ജനങ്ങളുടെ ഹൃദയത്തിലേക്കൊരു എൻട്രി ഉള്ളൂ. സിനിമ എത്ര നന്നായാലും സിനിമ എത്ര പരാജയപ്പെട്ട് കഴിഞ്ഞാലും ആ ഒരു കാലഘട്ടവും ഈ ഒരു കാലഘട്ടവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഏത് രീതിയിലാണ് ആ ഒരു ടെക്നോളജിയുടെ മാറ്റം സാബുട്ടിന് അനുഭവവേദ്യമായിട്ടുള്ളത്? ഈ ടെക്നോളജിയുടെ മാറ്റത്തെക്കാൾ ഉപരി പറയാനുള്ളത്, എൻ്റെയൊക്കെ സിനിമയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഏറ്റവും സമ്പന്നമായൊരു കാലഘട്ടത്തിലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ എന്നും സ്മരിക്കുന്ന ഒരുപാട് നല്ല ചിത്രങ്ങൾ സംഭവിച്ചത് ഞാൻ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നു എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി. മനസ്സിലായില്ലേ? അത് തന്നെയല്ല, ഈ പോസ്റ്റേഴ്സിനൊക്കെ ഇന്നത്തേക്കാൾ പ്രസക്തി ഒരുപാട് കൂടുതലുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. ഈവൻ ഈ സൂപ്പർ സ്റ്റാർസ് പോലും അവരുടെ വളർച്ചയുടെ വലിയൊരു ഭാഗം ഈ പോസ്റ്ററാണ്. കാരണം 10,000 പേര് പോസ്റ്റർ കാണുമ്പോൾ അതിനകത്ത് 100 പേരാണ് ആ സിനിമ കാണുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അന്ന് ചാനലുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. ചാനലുകൾക്ക് വന്ന ഞാനൊക്കെ ഫീൽഡിൽ വന്ന കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഈ ഓരോ ആർട്ടിസ്റ്റുമാർക്കും അവരുടെ തല പോസ്റ്ററിലുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ പോസ്റ്ററിൽ കൂടിയായിരിക്കും അവർക്ക് കൂടുതൽ പ്രശസ്തി കിട്ടുന്നത്. ഇന്നിപ്പോൾ സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചാനലുകാരെല്ലാം അഭയം പ്രാപിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ പല ഡിസ്കഷൻസും കാര്യങ്ങളിൽ കൂടിയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സംവിധാനം ഇന്നുണ്ട്. പക്ഷേ അന്നൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സിനിമ വരുന്നു എന്നറിയുന്നത് പോലും പോസ്റ്ററിൽ കൂടിയാണ്. ഒരു സിനിമ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് പോലും ആ പോസ്റ്റർ കണ്ടിട്ടാണ്. അപ്പോൾ അതിനത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പത്മനാഭ സാറിൻ്റെ അപരൻ എന്ന സിനിമയിൽ കൂടിയാണ് ഞാൻ എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി. അപ്പം അതിനുശേഷം ഭരതൻ സാറിൻ്റെ വൈശാലി, അതിനുശേഷം പിന്നെ ഇപ്പോൾ സിദ്ദിഖ് ലാലിൻ്റെ എൻട്രി, അതൊക്കെ വലിയ സംഭവമാണ്. മലയാള സിനിമയിലെ റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയാണ് ഈ
എന്താ പറയുക, കോമഡി ചിത്രങ്ങളിൽ ഒരു ഭയങ്കര വ്യത്യസ്തമായ ഒരു വ്യതിയാനം ഉണ്ടാക്കിയ തീർച്ചയായിട്ടും ചിത്രമാണ്. അപ്പോൾ ആ സിദ്ദിഖ് ലാൽ പടങ്ങളുടെ ആ എൻട്രി, പിന്നെ സിബി മലയിൽ, കമൽ, അങ്ങനെയുള്ള ആൾക്കാരുടെ വലിയ പടങ്ങളെല്ലാം, പ്രശസ്തമായ പടങ്ങളെല്ലാം സംഭവിച്ചതെല്ലാം ഞാൻ ഫീൽഡിലേക്ക് വന്ന് ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശസ്തരുടെ പ്രശസ്ത പടങ്ങൾ ചെയ്യാനും അതെല്ലാം 100 ദിവസമൊക്കെ ഓടുന്ന പടങ്ങളായി അതിൻ്റെ അവാർഡുകളും മെമൻറ്റോസൊക്കെ വാങ്ങിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ അന്നത്തെ ഒരു പ്രസക്തി ഇന്നിപ്പോൾ പോസ്റ്ററിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നെല്ലാം പോസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പോൾ സിനിമ കാണാനായിട്ട് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നത് പോസ്റ്റർ മാത്രം കണ്ടിട്ടാണ്. ഒരു പടം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ പടത്തിൻ്റെ പൈലറ്റ് പോസ്റ്റർ പ്രതീക്ഷിച്ചിരിക്കുകയും അത് വന്നു കഴിയുമ്പോൾ അതേപ്പറ്റി ഒരു ചർച്ചയൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ല, ഇപ്പോൾ ഒരു മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ പടം, ഏതെങ്കിലും പ്രമുഖ സംവിധായകൻ ചെയ്ത ഒരു ഫെസ്റ്റിവൽ പടം, ഇപ്പോൾ രണ്ടുപേരും കെട്ടക്കെട്ട് നിൽക്കുന്ന പടം, ഒരു പടം ഞാൻ ചെയ്യുന്നു, ഒരു പടം ചിലപ്പോൾ ഗായത്രി അശോകൻ ചെയ്യുന്നു. അപ്പോൾ ആരുടെ പോസ്റ്ററായിരിക്കും നന്നാവുക, ഫസ്റ്റ് പോസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതൊക്കെ ഇങ്ങനെ ആൾക്കാർ കാത്തിരിക്കുകയും അത് നമ്മൾ നേരിട്ട് അറിയും, ഫോണിൽ കൂടി അറിയുകയും പ്രശംസിക്കുകയും, അല്ലെങ്കിൽ മോശമായി പോയെങ്കിൽ മോശമായി പോയി എന്ന് പറയുന്ന ഒരവസ്ഥയൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മമ്മൂട്ടി, മോഹൻലാൽ പോലും, അല്ലെങ്കിൽ അതുപോലെ ഈ പ്രശസ്തരായിട്ട് ഇപ്പോൾ ഫീൽഡിലേക്ക് വന്നിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റുമാർക്കും ഈ പോസ്റ്ററിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനുണ്ട്. അവരുടെ ആദ്യത്തെ പോസ്റ്റർ എങ്ങനെയായിരിക്കും, രണ്ടാമത്തെ പോസ്റ്റർ എങ്ങനെയായിരിക്കും. ആ പോസ്റ്ററിൽ കൂടി ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു ആർട്ടിസ്റ്റിൻ്റെ തല പോസ്റ്റിൽ വരുമ്പോഴാണ് ആൾ സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ഒരു നായകസ്ഥാനത്തേക്ക് ഒരു ആർട്ടിസ്റ്റ് എത്തിപ്പെട്ടു എന്നുള്ളത് ആൾക്കാർ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ, ഇപ്പോൾ ഒരു മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുമാരുടെ ആദ്യത്തെ പോസ്റ്റർ, ഇപ്പോൾ ജയറാം മുതലും കൂടെ ഒരുപാട് ആർട്ടിസ്റ്റുമാർ എടുത്തു പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ ഏകലവ്യൻ എന്നുള്ള സിനിമയിലാണ് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പുള്ളിയുടെ ഒരു ഫേസ് വന്നിട്ട് പോസ്റ്റർ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ 100-ാം ദിവസം ഫംഗ്ഷന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് പുള്ളി സംസാരിച്ചു. പുള്ളി മരിച്ചുപോയ മകളെ മടിയിൽ കിടത്തിയിട്ട്, മടിയില്ല നെഞ്ചത്ത് കിടത്തിയിട്ട്, എന്നായിരിക്കും മകളെ എൻ്റെ ഒരു തല ഒരു 6 ഷീറ്റ് പോസ്റ്ററിൽ ഒറ്റയ്ക്ക് വരിക എന്നൊക്കെ പുള്ളി പ്രസംഗത്തിൽ ഉള്ള സെൻറ്റിമെൻ്റലായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ദിലീപിൻ്റെ പോസ്റ്റർ ആദ്യമായിട്ട് സിംഗിളായിട്ട് ഒരു പടത്തിനകത്ത് പോസ്റ്ററിട്ട് തലവെച്ചത് ഞാനാണ്. അപ്പോൾ അങ്ങനെ പോസ്റ്ററിൽ ഇൻഡിപെൻഡൻ്റായിട്ട് വേറെ മറ്റ് കഥാപാത്രങ്ങളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്കൊരു പോസ്റ്ററിൽ ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോഴാണ് ആൾക്കാർ അംഗീകരിക്കുന്നത് സൂപ്പർ സ്റ്റാറായി എന്നുള്ളത്. അപ്പം പത്രവും പ്രസക്തി അന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമായിരുന്നു. പിന്നെ കാലഘട്ടങ്ങൾ മാറിയപ്പോഴത്തേക്ക് ഇപ്പോൾ സാധാരണ ഇപ്പോൾ പോസ്റ്റേഴ്സ് കണ്ടിട്ടല്ല ആൾക്കാർ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ മൗത്ത് പബ്ലിസിറ്റിയാണ് ഇപ്പോൾ കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അന്നിപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്ത പോസ്റ്റേഴ്സ് ആ ഡിസൈൻ ചെയ്ത് ശിവകാശി പോയി പ്രിൻറ്റ് ചെയ്ത ഒരാഴ്ചക്കകത്ത് നമ്മൾ ചെയ്ത എല്ലാ വെറൈറ്റി പോസ്റ്റേഴ്സും ഈ MG റോഡിലൊരു 3/4 കിലോമീറ്റർ അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. കാരണം അന്ന് MG റോഡിലൊക്കെ എല്ലാ മരങ്ങളിൽ പോലും പോസ്റ്റർ തൂക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ നമ്മൾ ഷേണൈസ് മുതൽ നമ്മൾ രഘുപുരം വരെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത എല്ലാ വെറൈറ്റി പോസ്റ്റേഴ്സും കാണാൻ പറ്റും. പക്ഷെ ഇപ്പം അങ്ങനെയില്ല. സിറ്റി വളരും തോറും ഇതിനെല്ലാം ലിമിറ്റേഷൻസ് വരുമല്ലോ. അപ്പം മതിലേൽ പോസ്റ്റർ ഒട്ടിക്കാൻ പാടില്ല, പിന്നെ വലിയ ചില പർട്ടിക്കുലർ പോയിന്റുകളിലെ ബോർഡുകളിൽ മാത്രമേ പോസ്റ്റർ ഒട്ടിക്കാവുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്ത പോസ്റ്റർ പോലും നല്ലതാണോ എന്ന് ചിലപ്പോൾ നമ്മുടെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. അത് നമ്മൾ ഏതെങ്കിലും സമയത്തായിരിക്കും പോയി കാണുന്നത്. അപ്പം അന്ന് അങ്ങനെയല്ലായിരുന്നു എൻ്റെയൊക്കെ തുടക്ക കാലഘട്ടങ്ങളിൽ. ഇന്നിപ്പോൾ അവിടെ നിന്ന് മാറി. പക്ഷേ ഇന്നിപ്പോൾ ഈ ജനറേഷനിലുള്ള പോസ്റ്റർ ഡിസൈനേഴ്സിന് കിട്ടിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊക്കെ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുന്നത് എത്രയോ വർഷം മാനുവലായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ഗുരു എന്ന് പറയുന്ന പടത്തിൻ്റെ വർക്കാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പല എഫക്ട്സും അല്ലെങ്കിൽ സകല എഫക്ട്സും അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഫേസ്ബുക്ക് വഴിയും വാട്സാപ്പ് വഴിയൊക്കെ ഇപ്പോൾ ഈ പോസ്റ്റേഴ്സ് പ്രചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മലയാളം പോസ്റ്റേഴ്സിനൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത വർക്കുകൾ അതിൻ്റെ ഫുൾ എഫക്റ്റിൽ ഡീറ്റെയിൽസിൽ നമുക്കത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അന്നൊന്നും ഞങ്ങൾക്കത് പറ്റുന്നില്ലായിരുന്നു. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പല എഫക്ട്സും ഇത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ പ്രിൻ്റ് മീഡിയയിൽ അതിൽ ഒരുപാട് ലോസ് ഉണ്ടായിരുന്നു. ആ എഫക്ട്സ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. അത് തന്നെ സൂം ചെയ്ത് കാണാൻ പറ്റില്ല. എന്നാലും നമ്മൾ ടൈറ്റിലൊക്കെ ഒരുപാട്
പണികൾ ചെയ്ത് വിടുമായിരുന്നു, മനസ്സിലായില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനത്തെ ഈ ജനറേഷനിലുള്ള പോസ്റ്റർ ഡിസൈനേഴ്സിൻ്റെ വർക്കുകൾ ആൾക്കാർക്ക് നല്ല രീതിയിൽ അതിൻ്റെ എഫക്റ്റ് ഫീൽ ചെയ്ത് ആസ്വദിക്കാനായിട്ട് പറ്റുന്നൊരവസ്ഥ ഉണ്ടായി. ഒരു പോസ്റ്റർ ഡിസൈനർ ഇപ്പോൾ ആദ്യമായിട്ട് അപരൻ എന്ന ചിത്രത്തിലൂടെ വരുന്ന സമയത്തെല്ലാം തന്നെ അതിന് മുൻപുള്ള എക്സ്പീരിയൻസും അപരൻ എന്ന ചിത്രത്തിലേക്ക് വരുമ്പോഴും ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്മരാജൻ ടച്ച് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോറി. ആ ഒരു കാലഘട്ടം മുഴുവൻ അങ്ങനത്തെ ഒരു ചിന്തയിൽ പോകണു. സാബു കൊളോണി എന്ന് പറയുന്ന ഒരു കലാകാരൻ്റേതായിട്ടുള്ള ബാക്കപ്പ് ഈ പോസ്റ്ററിൻ്റെ കാര്യത്തിലും. അപ്പോൾ എങ്ങനെ ഒരു കഥ മുഴുവൻ കേട്ടതിന് ശേഷമാണോ അതിൻ്റെ ക്ലൈമാക്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫ്രെയിം മനസ്സിൽ രൂപപ്പെടുക ഒരു പോസ്റ്ററിന് വേണ്ടിയിട്ട്? അങ്ങനെയുണ്ട്. ഇപ്പം അങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഞാൻ വരുന്നത് തന്നെ പത്മരാജൻ സാറ് ഞാൻ അതിൻ്റെ സ്റ്റിൽസിൻ്റെ ആൽബത്തിനകത്ത് എൻ്റെ ടൈറ്റിൽ എഴുതിയത് കണ്ടിട്ട് അത് വളരെ വ്യത്യാസമായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്തിട്ടാണ് പുള്ളി അന്വേഷിച്ചത് ആരാണ് ഇങ്ങനെ ഈ ടൈറ്റിൽ എഴുതിയെന്ന്. അപ്പോൾ സൂര്യ ജോൺ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു എൻ്റെ ഫോട്ടോഗ്രാഫർ. അപ്പോൾ പുള്ളി പറഞ്ഞിങ്ങനെ സാബു എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഒരാളാണ് ഇത് ചെയ്തത്. അങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം. അപ്പോൾ എൻ്റെ ടൈറ്റിൽ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ പത്മനാഭ സാറിന് എന്നെപ്പറ്റി ഒന്നും അറിയില്ല. പത്മനാഭ സാറിന് ഞാനായിട്ട് യാതൊരു അടുപ്പമില്ല, ബന്ധമില്ല. പക്ഷേ പുള്ളി എൻ്റെ കപ്പാസിറ്റി അറിഞ്ഞിട്ടൊന്നുമല്ല. പുള്ളി എന്നെ നേരെ നെടുമുടിയിലേക്ക് വരാനായിട്ട് ജോണിനോട് പറയുകയത് നെടുമുടിയിലേക്ക് അയാളോട് വരാൻ പറയൂ എന്ന് പറഞ്ഞ് വിളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ഷൂട്ടിംഗ് നടക്കുക നെടുമുടിയിൽ. അപ്പോൾ ജയറാമിൻ്റെ വീട്, മധുസാറുണ്ട്, പാർവതിയുണ്ട്, സുകുമാരി ചേച്ചിയുണ്ട്. ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഗ്യാപ്പ് കിട്ടുമ്പോൾ എല്ലാം എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്, ജയറാമിൻ്റെ അതേ ഛായയിൽ എവിടെയോ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, അപ്പോൾ അയാളുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, പ്രതികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാണുന്നതൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോഴേക്ക് എനിക്കിങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്നോട് ഇത്ര മാത്രമൊക്കെ പറയാൻ മാത്രം ഞാനൊന്നായിട്ടല്ല, ആദ്യത്തെ പടമല്ലേ. പക്ഷേ ഞാൻ പിന്നീട് ചോദിച്ചു, എന്ന് വെച്ചാൽ ഞാൻ ആ വർക്ക് മലയാള സിനിമയിൽ ഭയങ്കര ഒരു ചലനം ഉണ്ടാക്കിയ വർക്കായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്ത അവരെന്നുള്ള ആ സിനിമയുടെ പോസ്റ്റർ ഭയങ്കര ചർച്ചാ വിഷയമായി. എല്ലാ മാഗസിൻകാരും അതേപ്പറ്റി പ്രശംസിച്ച് എഴുതി. നാനയുടെ ഗാലപ്പോൾ അവാർഡ് കിട്ടി. പിന്നെ എനിക്ക് പടങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ പത്മനാഭ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പോൾ ഒന്നാമത് ജയറാമിനെ ഒരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ പുതുമുഖം. ജയറാം നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഫിഗർ പോലെ ആയിരുന്നില്ല, ഒരു കൊച്ചു പയ്യനായിരുന്നു, മെലിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരാളെ വെച്ച് ആ സബ്ജക്റ്റിന് ഭയങ്കര പുതുമയുണ്ട്, ഭയങ്കര വ്യത്യസ്തമായൊരു സബ്ജക്റ്റ്. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ളൊരു പടം ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു പുതിയൊരു പോസ്റ്റർ ഡിസൈനറായി എന്നെ ഏൽപ്പിക്കാൻ സാറിന് ഇങ്ങനെ ധൈര്യം കിട്ടിയെന്ന് ഞാൻ പിന്നീട് ചോദിച്ചു. പടമൊക്കെ 100 ദിവസം ഓടി അതിന് മെമൻറ്റോ എല്ലാം കിട്ടിയതിന് ശേഷം ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് നിങ്ങളായിട്ട് എനിക്ക് ഇൻറ്ററാക്ട് ചെയ്തപ്പോൾ എനിക്കത് കിട്ടിയെന്നാണ് പറയുന്നത്. അത് പുള്ളിയുടെ ഇൻ്റലക്ച്വൽ അപ്പോൾ അങ്ങനത്തെ ഡയറക്ടറിൽ കൂടിയായിരുന്നു എൻ്റെ എൻട്രി. അത് തന്നെയായിരുന്നു എനിക്ക് 25 വർഷം ഈ ഫീൽഡിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയതിൻ്റെ ഒരു മെയിൻ സംഭവം അത് തന്നെയാണ്. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞാൽ പത്മനാഭ സാറ് കാണിച്ചതൊരു റിസ്ക്, അത് സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഞാനതിനേക്കാൾ വലിയ റിസ്ക് എടുത്തതെന്നുള്ളതിന് പിന്നീടാണ് മനസ്സിലാക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയോ പടമാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ മോഹൻലാൽ നല്ലൊരു സ്റ്റില്ല് പോസ്റ്ററിൽ വെച്ചിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്ത് ടൈറ്റിലും വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റില്ല് നല്ലതാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റർ നല്ലതെന്ന് പറയുള്ളൂ. നല്ലതാണ്, അതിനകത്ത് വേറെ ചോദ്യമില്ല. ഇത് ജയറാമിനെ ആരും അറിയില്ല. ജയറാം മെലിഞ്ഞിട്ട് കവളെല്ലാം ഒട്ടിയിട്ട് ഒരു പയ്യൻ, ഇപ്പോൾ കലാഭവൻ മിമിക്രിയിലൊക്കെ ഉണ്ടായിരുന്നെന്നുള്ള പുള്ളിയായിട്ട് ഇടപഴകുന്ന കുറേ ആൾക്കാർക്ക് അറിയാമെന്നുള്ള, അല്ലാതെ ജനറൽ പബ്ലിക്സിന് ഇതേപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ അയാളെ വെച്ചിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ട് നമ്മളത് സക്സസ് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത് പത്മനാഭ സാറിൻ്റെ അടുത്ത് നമ്മളൊരു ഡിസൈൻ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ഇടപെടലുകൾ ഉണ്ടാവില്ല. ഇപ്പം പിന്നീടുള്ള കാലഘട്ടങ്ങളിലാണ് ഞാൻ അന്ന് ആദ്യം അനുഭവിച്ചതിൻ്റെ സുഖം പിന്നീടാണ് മനസ്സിലായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവരുടെ ഓഫീസിലെ ആൾക്കാരും ഡിസൈൻ മേടിക്കാൻ സൈക്കിളിലോട്ട് വരുന്നവർ വരെ ഇതിനകത്തൊക്കെ ഇടപെടുകയും പല തലകൾ മാറ്റവും അവർ പറയുന്ന പല തലകൾ കയറ്റുമൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ പിന്നീടുണ്ടായി. അപ്പോൾ ഞാൻ അന്നേരം ആലോചിച്ചത്, ആദ്യം ചെയ്ത പടത്തിനകത്ത് എനിക്ക് ഫുൾ ഫ്രീഡം കിട്ടി. ഇപ്പം ജയറാം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഫിഗറും ഒരു ഷാഡോ ഭിത്തിയിൽ ദൂരെ ഇങ്ങനെ ബ്ലറായിട്ട് നിൽക്കുന്നു, അത് മാത്രമുള്ള ഒരു പോസ്റ്ററിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആ കാലഘട്ടത്തിൽ പത്മനാഭ സാറ് സമ്മതിച്ചുകൊണ്ടാണ്
ആ പുള്ളി അത്ര സ്ട്രോങ് ആയതുകൊണ്ടും വേറെ ആര് പറഞ്ഞാലും കേൾക്കില്ലാത്തൊരു ക്യാരക്ടർ പുള്ളിക്കുള്ളത് കൊണ്ടും ആണ് അങ്ങനെ ആ പോസ്റ്റർ അന്ന് ശ്രദ്ധിക്കപ്പെട്ടത്. വേറൊരു സംഭവം കൂടി പറയാം. ഈ അന്നത്തെ ഏറ്റവും പ്രമുഖ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും പത്മനാഭ സാറിൻ്റെ ആത്മസുഹൃത്തുമായിട്ടുള്ളൊരു മനുഷ്യൻ, അപ്പം എനിക്ക് ആ ടൈറ്റിൽ വളരെ ഡിഫറൻ്റ് ആയിരുന്നു എന്നുള്ള പത്മനാഭ സാർ കണ്ടെത്തിയ പോലെ തന്നെ എന്നെ സംബന്ധിച്ച് ആ ടൈറ്റിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നവോദയ സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് തീരണേൻ്റെ തലേ ദിവസം നിൽക്കുന്ന സമയത്ത് ഈ പത്മനാഭ സാറിൻ്റെ സുഹൃത്ത് വണ്ടി കയറി ട്രിവാൻഡ്രത്തായിട്ട് പോകുന്ന സമയത്ത് പത്മനാഭ സാറിൻ്റെ ചെവിയിലല്ല, എൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ചെവിയിൽ പറഞ്ഞിട്ട് പോയി, എന്തൊരു സ്വകാര്യം പറഞ്ഞിട്ട് പോയി. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല, ഞാൻ അടുത്ത് ഇപ്പുണ്ട്. അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ടൈറ്റിൽ വെച്ചിട്ട് ഈ പടം ചെയ്ത് കഴിഞ്ഞാൽ അത് ഓടൂല എന്നാണ് പുള്ളി പറഞ്ഞിട്ട് പോയെന്ന്. അങ്ങനെ പുള്ളി സ്ഥലം വിട്ടു. അപ്പോൾ എനിക്കാകെ ടെൻഷനായി. കാരണം ആ ടൈറ്റിലല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ പടം ചെയ്യാനായിട്ട് യാതൊരു താല്പര്യമില്ല, അത് സക്സസ് ആവില്ല, എനിക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ല. പക്ഷേ പത്മനാഭ സാറിൻ്റെ ചെവിയിൽ ഞാനിത് പറഞ്ഞു, സാർ ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ പറഞ്ഞു ആ ടൈറ്റിൽ വെച്ചല്ല എന്നുണ്ടെങ്കിൽ ഈ പടത്തിന് പോസ്റ്റർ ചെയ്യുന്നില്ല എന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയുന്നൊരു സംവിധായകൻ എൻ്റെ ബാക്കിലുണ്ടായിരുന്നുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയതും ശ്രദ്ധിക്കപ്പെട്ടതും ഇവിടം വരെയൊക്കെ എത്താൻ പറ്റിയതും. മനസ്സിലായല്ലേ? കഥ പറഞ്ഞ് എന്നെ ഒരു കഥ പറച്ചിലുകാരനാക്കി മാറ്റിയ ഞവരക്കൽ തറവാട്ടിലെ എന്നാണ് കഥാസമാഹാരത്തിന് പത്മരാജൻ സാർ അന്ന് പേരിട്ടത്. പത്മരാജൻ സാറിൻ്റെ പ്രിയപത്നി രാധാമണി ചേച്ചിയാണെങ്കിലും ശരി, തൃശ്ശൂർ ആകാശവാണി നിലയത്തിൽ വെച്ച് ആദ്യമായി അന്ന് ഞാൻ പപ്പനെ കണ്ടു എന്നെഴുതി പത്മരാജൻ്റെ മരണശേഷം. അന്ന് തിരുവനന്തപുരത്ത് മാത്രമല്ല തൃശ്ശൂർ ആകാശവാണിയിലെയും അനൗൺസറായി നല്ല ശബ്ദത്തോടു കൂടി ഒരു ചെറുപ്പക്കാരൻ അന്ന് അവിടെ ജോലിക്കെത്തുന്നു ഭാര്യ. ആ സമയത്താണ് സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങി വരുന്ന പത്മരാജൻ എന്ന കൊലുന്നനെയുള്ള ഒരു പയ്യനെ ഞാൻ കാണുന്നത് എന്നാണ് അന്നത്തെ ഓർമ്മക്കുറിപ്പുകൾ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് മാറി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിട്ട് മാറി. പേരിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലും ഈ പറഞ്ഞ പോലെ തന്നെയുള്ള കൂട്ടുകെട്ടും ഉറച്ച തീരുമാനങ്ങളും മലയാളി എന്നും സിനിമയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴും ഏറ്റവും ഒടുവിലായി ഒരു ഫിലിം ഫെസ്റ്റിവൽ വരുമ്പോഴും ആദ്യം ചർച്ച ചെയ്യപ്പെടുന്ന മലയാളികളുടെ വിഭവം എന്ന് പറഞ്ഞാൽ പത്മരാജൻ, ഭരതൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതാണ് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം കാഴ്ചയുടെ അഭ്രപാളിയുടെ ലോകത്ത്. ആ കാലഘട്ടം മുതൽ അവർക്കൊപ്പം സമാസമം തൻ്റെ കലയുടെ വ്യത്യസ്ത ലോകം തുറക്കാനായിട്ട് സാധിച്ച പ്രിയപ്പെട്ട അതിഥി എന്ന് പറയാൻ പറ്റില്ല അല്ലേ, നമ്മളെ സംബന്ധിച്ചോളം ആതിഥേയൻ കൂടിയിട്ടാണ്. ഒരു കലാകാരനെ എപ്പോഴെങ്ങനെ അതിഥിയാവുന്നത് നമ്മുടെയൊക്കെ. കാരണം നമ്മളെല്ലാം മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്ത് കാണണമെന്ന് തീരുമാനിച്ച ഒരു വ്യക്തി മുമ്പിലിരിക്കുമ്പോൾ. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് സാബു കൊളോണിയ സുഹൃത്ത്, അതായത് നമ്മുടെയൊക്കെ സുഹൃത്ത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആപ്റ്റായിട്ടുള്ള പേര്. അന്ന് ആ കാലം കഴിഞ്ഞു. അപരൻ എന്ന ചിത്രത്തിന് ശേഷം പിന്നെ മുൻപ് ആമുഖത്തിൽ പറയുകയുണ്ടായി, വളരെയധികം വെല്ലുവിളിയാണ് ഏറ്റെടുത്തതാണ്. അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന പ്രൊഡ്യൂസറുടെ ഒരു ബിസിനസ്മാൻ ദുബായിൽ നിന്ന് വരുന്നു. ഏതോ ഒരു കാട്ടിൽ വെച്ച് അതിൻ്റെ ചർച്ച തുടരുന്നു. ചർച്ചകളിങ്ങനെ നീണ്ടു പോകുന്നു. ഇടയ്ക്ക് ബിസിനസ്മാൻ വന്ന് നോക്കുമ്പോൾ ഒരു ടേപ്പ് റെക്കോർഡിലൂടെ ഇടയ്ക്കിടയ്ക്ക് ചില പാട്ടുകൾ കേൾക്കുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന മറ്റാരുമല്ല മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ MT സാർ, അതുപോലെ നെടുമുടി വേണുചേട്ടൻ. അങ്ങനെ എല്ലാവരും ചർച്ചയിലാണ്, ഭരതൻ സാർ അടക്കമുള്ളവർ അല്ലേ. അങ്ങനെയൊക്കെയാണ് വായിച്ച് കേട്ടത്. പക്ഷേ കഥയൊന്നും ആവുന്നുമില്ല. ഒടുക്കം പടം വേണ്ട എന്ന് വെക്കണമെന്ന് തീരുമാനിച്ചു. പ്രൊഡ്യൂസർ ചൂടാവുന്നു. പക്ഷേ എന്തു വന്നാലും വേണുചേട്ടൻ നിർബന്ധത്തിന് വഴങ്ങി. MT സാറിൻ്റെ മൗനത്തിൽ കുറിച്ചിട്ട വാക്കുകൾക്കൊക്കെ വഴങ്ങിക്കൊണ്ട് ശരി ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയുള്ളൊരു വൈശാലി എന്ന ഒരു കഥ തിരക്കഥയായി അത് അഭ്രപാളിയിലേക്ക് എത്താനുള്ള ഷൂട്ടിങ്ങിൻ്റെ സമയമായി. അപ്പോഴേക്കും സാബുവേട്ടൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു, അതിൻ്റെ പരസ്യകല എന്നുള്ളത്. ആ ഒരു വെല്ലുവിളി ഇപ്പോൾ ആലോചിക്കുമ്പോൾ എത്രത്തോളമായിരുന്നു ആ ഒരു വൈശാലി പോലെ തന്നെയുള്ളൊരു ഇത് തന്നെയാണോ? അല്ല, അതെനിക്കൊരു വെല്ലുവിളിയായിട്ട് തോന്നിയില്ല. തോന്നിയില്ല എന്ന് വെച്ചാൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് വിഷ്വൽ ബ്യൂട്ടിയുള്ള ഒരുപാട് സീൻസ് അതിനകത്ത് അപാര സാധ്യതകളായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പടം കട്ട് ചെയ്തിട്ട്, അത് മാനുവലായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്, കട്ട് ചെയ്തിട്ട് നമ്മളൊരു വേറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി ചെയ്യേണ്ട പടങ്ങളല്ലായിരുന്നു. ഇത് സുനിൽ ഗുരുവായൂർ എന്ന് പറഞ്ഞ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു എൻ്റെ സ്റ്റില്ലെടുത്തിരുന്നത്. അപ്പോൾ അതിനകത്ത് ക്യാരക്ടറിനേക്കാൾ ഉപരി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു.
എല്ലാം ഒരു പെയിൻറ്റിങ് പോലെയായിരുന്നു എൻ്റെ സ്റ്റിൽസ് എല്ലാം, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കത് ചെയ്യാനായിട്ട് ഒരു ത്രില്ലായിരുന്നു, അവിടെ ഭയമല്ലായിരുന്നു, മനസ്സിലായില്ല? നമ്മൾ എത്ര ചെയ്താലും മതിയാകാത്ത പോലത്തെ ഒരു ത്രില്ലായിരുന്നു അതിനകത്ത്. അപ്പോൾ എനിക്കത് അതിനകത്തൊരു ഭയപ്പാടുണ്ടായില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ട് എടുത്തൊരു വെല്ലുവിളിയാണെന്നുള്ളത് പിന്നീട് അറിയുന്നത് അന്ന് സുരേഷ് ഉണ്ണിത്താനും ഈ പറഞ്ഞ ബ്ലസ്സിയൊക്കെ പത്മനാഭ സാറിൻ്റെ കൂടെ വർഷങ്ങളായിട്ട് അസിസ്റ്റൻസായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഞാൻ ഈ ഡിസൈൻസ് കൊണ്ട് കാണിക്കുമ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞു. ഹരിപോത്തൻ സാറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ വരാന്തയിലിരുന്ന് കാണുമ്പോൾ ഓരോ ഡിസൈൻ കാണുമ്പോൾ ഒന്നിനൊന്ന് മെച്ചമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് എനിക്കും ഫീൽ ചെയ്യുന്നു, ചർച്ചയിലും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഹരിപോത്തൻ സാറ് പറഞ്ഞു, ഇത് നമുക്ക് ശിവാശിയിലൊന്നും ചെയ്താൽ പോരാ, ഇത് കംപ്ലീറ്റ് നമുക്ക് ആസ്പി ലിത്തോ വർക്ക്സിൽ ചെയ്യണം മദ്രാസിൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ ഡിസൈൻസ് അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് സുരേഷ് ഉണ്ണിത്താൻ എന്നെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ചെവി പറഞ്ഞു, ഇനി നിങ്ങൾക്ക് തിരക്കുകളുടെ കാലമായിരിക്കും എന്ന്. സത്യം അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ റിയലൈസ് ചെയ്ത വേറെ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ക്യാമറ അസിസ്റ്റൻ്റ് എത്രയോ പടങ്ങൾക്ക് അസിസ്റ്റൻ്റായിട്ട് നടന്നിട്ടാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വർക്ക് ചെയ്യുന്നത്, അല്ലേ? ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ഇപ്പോൾ ബ്ലെസ്സിയെ പോലെയുള്ളതിൽ അങ്ങനെയുള്ളവരൊക്കെ കുറേ പടങ്ങൾക്ക് കൂടെ വർക്ക് ചെയ്തതിന് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു സമയത്താണ് അവർ ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. പക്ഷേ ഞാൻ ആരുടെ അസിസ്റ്റൻ്റ് ആയിരുന്നില്ല, ഞാൻ ആർട്ട് പഠിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഞാൻ ഫസ്റ്റിലേ ചെയ്തൊരു ഇൻഡിപെൻഡൻറ്റ് വർക്കാണ്. അത് അവർ ഈ ബ്ലെസ്സിയും സുരേഷ് ഉണ്ണിത്താനൊക്കെ പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ആരുടെയും കൂടെ ട്രെയിനായിട്ട് നിന്നിട്ടില്ല, കുറേ കാലം ഇതിൻ്റെ കൂടെ നടന്നിട്ടല്ല. നമ്മൾ ഡയറക്റ്റ് എൻട്രി തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ക്യാമറമാൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടർ ചെയ്യുന്ന പോലത്തെ ഒരു വർക്കാണ് ഞാൻ ആദ്യമേ തന്നെ ഏറ്റെടുത്ത് ചെയ്തത്. അത് വലിയൊരു റിസ്ക്കുള്ള സംഭവം ആയിരുന്നു എന്നൊക്കെ അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മളൊരു പക്ഷേ അത്രയും പൊട്ടൻഷ്യൽ ആയിരുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യാതിരുന്നത്. തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഡയറക്റ്റ് എൻട്രി എന്ന് മാത്രമല്ല, ഒരു മലയാളി ഇന്നും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അവരിലൊരു അംഗമായിട്ട് തീരാൻ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു രസം ഉള്ളിലേക്ക് ആവാഹിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു എൻട്രിയും, അതും പത്മരാജൻ എന്ന് പറയുന്ന ഒരു പത്മരാഗപ്രഭ, അല്ലേ? ഒരു ഗന്ധർവ സ്പർശം അദ്ദേഹത്തിൻ്റെ സ്വരത്തിലും നോട്ടത്തിലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിലും അതേപോലെ തന്നെ ഫ്രെയിം വർക്കിലും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തണൽ പോലെ, ഒരു ആശ്വാസം പോലും ഭയം ഉണ്ടായിരുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും പുള്ളി കയറി പിടിച്ച് കുടയുമായിരുന്നു. നമ്മളൊരു അധ്യാപകൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റ് പേടിക്കുന്ന അത്രയും, മനസ്സിലായില്ല? നമ്മൾ ഗുരു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളെ റെസ്പെക്റ്റ് മാത്രമല്ല, പത്മനാഭ സാറിൻ്റെ മുമ്പിൽ നമ്മൾ ഡിസൈനായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഭയവും ഉണ്ടായിരുന്നു. അതങ്ങനെയായിരുന്നു, ആ വ്യക്തിത്വം അങ്ങനെയായിരുന്നു. അതുകൊണ്ടായിരിക്കാം. പിന്നീട് അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഗന്ധർവൻ്റെ പോസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത ഒറ്റ ഡിസൈൻ പത്മനാഭ സാറ് കാണാതെ ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് ചെയ്ത് ശിവാശിക്ക് പ്രിൻറ്റിങ്ങിന് വിടുമായിരുന്നു. അത് ഒന്നാമത് പുള്ളി ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലും മദ്രാസിലെ എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ തിരക്കിലൊക്കെ ആയിരുന്ന സമയത്ത് എന്നോട് തന്നെ പറഞ്ഞു, സാബു തന്നെ അങ്ങ് ചെയ്തിട്ട് ഇത്ര 6 ഷീറ്റ്, എത്ര 4 ഷീറ്റ്, എത്ര 2 ഷീറ്റ്, 30-40 അതെല്ലാം ചെയ്തിട്ട് അയച്ചോ, ഒന്നും നോക്കാനില്ല എന്ന്. അത് എന്നിലുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് മൂകാംബിയ എല്ലാം പോയി കഴിഞ്ഞിട്ട് വൈഫും ഫാമിലിയും എല്ലാം ട്രിവാൻഡ്രത്ത് നിന്ന് മൂകാംബിയയിലേക്ക് എത്തി. പുള്ളി മദ്രാസിൽ നിന്ന് ഡയറക്റ്റ് അവിടെ എത്തി. അവിടെ തിരിച്ചു വരുന്ന വഴിക്ക് ആലുവയ്ക്ക് അപ്പുറത്ത് എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഹോട്ടൽ പെരിയാറിലുണ്ട്, അപ്പോൾ സാബു BTHൽ വെയിറ്റ് ചെയ്യണം, ഒരു അരമണിക്കൂറിനകത്ത് ഞങ്ങൾ അവിടെ വരും, അപ്പോൾ നേരിട്ട് കാണണം. അപ്പോൾ ഞാൻ BTH പോയി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പുള്ളിയുടെ വണ്ടി വന്നു. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നൊരു മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തതുപോലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, സാബു പോസ്റ്റേഴ്സ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറയണ ഫസ്റ്റ് 6 ഷീറ്റ് ഇങ്ങനെ, സെക്കൻഡ് 6 ഷീറ്റ് ഇങ്ങനെ. അപ്പോൾ പുള്ളിയുടെ ഇമാജിനേഷനിൽ ഇങ്ങനെ പുള്ളി കാണുന്നുള്ളൂ. അതെല്ലാം പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ പുള്ളി കാണുന്നത്, മനസ്സിലായില്ലേ? പക്ഷേ അതിനുശേഷം പിന്നെ സംസാരിക്കുന്ന പത്മനാഭ സാറിനെ പിന്നെ ഞാൻ കണ്ടില്ല. അന്ന് എന്നോട് പറഞ്ഞു, അപ്പോൾ ശരി വീണ്ടും കാണാം. ഞാനിപ്പോൾ തിരിച്ചു പോകുമ്പോൾ അമ്മേനെ കണ്ടിട്ട് ഒരു പടം ചെയ്യാനായിട്ട് പോകുമ്പോഴും ഒരു പടം ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അമ്മേനെ കാണുന്ന രീതിയുണ്ട്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അമ്മേനെ കണ്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. അങ്ങനെ പറഞ്ഞ് ഒരു സായം സന്ധ്യയിൽ പിരിഞ്ഞതാണ്. പിന്നെ ചലിക്കാത്ത പത്മരാജൻ സാറിനെ വൈറ്റില ബൈപ്പാസിൽ വെച്ച് ആണ് പിന്നെ കാണുന്നത്. അങ്ങനെയായിരുന്നു ഞാൻ ഗന്ധർവൻ. ഇതേപോലെ ജനുവരി മാസത്തിൽ ജനുവരി 23-24 അതെ. ജനുവരി അതിനകത്ത് വേറെ ഒരു അതെന്നോട് ആരോ അറിഞ്ഞൊരു സംഭവമാണ്.
ഞാൻ ഫീൽഡിൽ വരുന്നതിന് 8 വർഷം മുമ്പ് വന്ന ആളാണ് ഗായത്രി അശോകൻ. ഗായത്രി അശോകൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പത്മനാഭൻ സാറാണ്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പത്മനാഭൻ സാറിനാണ്. സാറ് തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് പത്മനാഭൻ സാറിൻ്റെ ഈ ഡെഡ് ബോഡിയുടെ മുമ്പിൽ വെച്ചാണ്. അന്ന് ഞാനത് ചിന്തിച്ചില്ല. പക്ഷേ ഡെഡ് ബോഡി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാലിക്കറ്റ് വെച്ചാണല്ലോ മരിച്ചത്. പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞിട്ട് ബോഡി വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്താൻ വേണ്ടി എറണാകുളം സൈഡിലുള്ള എല്ലാവരും വന്നിട്ട് ബൈപ്പാസിൽ വൈറ്റിലപ്പുറത്തുള്ള സ്ഥലത്ത് ഇങ്ങനെ കൂടി നിൽക്കുക. അപ്പോൾ ആംബുലൻസിൽ ബോഡി വരുമ്പോൾ എല്ലാവർക്കും എത്തി നോക്കാനുള്ള സമയമുള്ളൂ, ബോഡി അങ്ങോട്ട് എത്തിക്കണമല്ലോ. അവിടെ വെച്ചാണ് ഞാനും ഗായത്രി അശോകനും തമ്മിൽ കാണുന്നതും പരിചയപ്പെടുന്നതും. അപ്പോൾ അത് മറ്റൊരു നിമിത്തമാണ്. ഒരു കാലഘട്ടത്തിൻ്റെ തിരനോട്ടമാണ് ഇന്നത്തെ EON പുലർകാലത്തിൽ. പുലർകാലങ്ങൾ അല്ലെങ്കിലും ശരി, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന പ്രമാണത്തിലൂടെ മറക്കേണ്ടതല്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ജീവനുള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ഓരോ വ്യക്തികളെ പേര് പറഞ്ഞു വിളിക്കുക. അതൊരു പലപ്പോഴും ഒരു നിമിത്തമാണ്. പിന്നീടൊക്കെ അത് ഓർമ്മകളാണല്ലോ. അതെ അതെ. ഈ ഓർമ്മകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും ബാറ്ററി തീരാത്ത വിഷ്വൽസ് ആയിട്ട് തന്നെ ഒരു റീലോ 1.5 മണിക്കൂറിലോ ഒതുങ്ങാത്ത എക്സ്പയറി ഡേ ഇല്ല, എക്സ്പയറി ഇല്ല. അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് എത്രയോ കാലങ്ങൾ. അങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മറ്റൊരു വസന്തം എന്നല്ല പറയുക, ഈ പല ഋതുഭേദങ്ങൾ പോലെയാണല്ലോ. ഒരു ഋതുക്കാലമാണ് ഈ പത്മരാജൻ സാറ്, അതേപോലെ തന്നെ ഒരു ഋതുഭേദമാണ് ഭരതേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ. അതെങ്ങനെയായിരുന്നു തമ്മിലൊരു വ്യത്യാസം? അത് അപരൻ ഇറങ്ങിയിട്ട് ഒരുപാട് കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിയൊരു പടമാണ് വൈശാലി. അപ്പം ഞാൻ ഫീൽഡിൽ വളരെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നൊരു സമയം. അന്ന് ജയരാജായിരുന്നു പുള്ളിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം ഞാനൊക്കെ മദ്രാസിൽ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോൾ ജയരാജൊക്കെ ഇങ്ങനെ ഓടി വന്നിങ്ങനെ കെട്ടിപ്പിടിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്ത വർക്കുകളെ പറ്റി നമ്മളെ പറ്റിയൊക്കെ അവരറിഞ്ഞിട്ടുണ്ടെന്ന് നമ്മളെ കാണുമ്പോൾ ഉള്ള ഒരു ആകാംക്ഷയൊക്കെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായില്ലേ. അപ്പം ഭരതൻ സാറിന് അതുപോലെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ വൈശാലിയിൽ മാത്രമാണ്, ബാക്കി എല്ലാ പടങ്ങളിലും ഭരതൻ സാറും ഒരു പോസ്റ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ മാളൂട്ടി ചെയ്തു, കേളി ചെയ്തു, അമരം ചെയ്തു. ഈ പടങ്ങളിലെല്ലാം പത്മനാഭ സാർ ഒരു പോസ്റ്റർ പത്മനാഭ സാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആർട്ടിസ്റ്റാണ് ബേസിക്കലി. അപ്പോൾ പത്മനാഭ സാറിൻ്റെ ആർട്ടിസ്റ്റാണ്, സോറി ഭരതൻ സാറിൻ്റെ ആർട്ടിസ്റ്റാണ്. പറഞ്ഞു വന്നു വെച്ചാൽ ഭരതൻ സാറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹം തന്നെ പോസ്റ്റർ ചെയ്യുന്നു അല്ലല്ല, അങ്ങനെ എല്ലാ പടങ്ങളുടെയും ഒരു പോസ്റ്റർ പുള്ളി ചെയ്യാം, പുള്ളിയുടെ ഒരു ആഗ്രഹമാണ്, മനസ്സിലായില്ലേ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വൈശാലിക്ക് മാത്രം അങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. അതിനുശേഷമുള്ള പടങ്ങളിലെല്ലാം പുള്ളി അങ്ങനെ ഒരു പോസ്റ്റർ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈശാലിയുടെ പോസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അത് 100 ദിവസം ഓടി. അതിൻ്റെ ഫംഗ്ഷൻ എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹോളിൽ വെച്ച് നടന്നു. അപ്പോൾ അതിൻ്റെ എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ അത്രയും ബ്രാസിലുണ്ടാക്കിയ വലിയ ഏറ്റവും സൗന്ദര്യമുള്ള ഭരൻ സാർ തന്നെ ഡിസൈൻ ചെയ്യുന്നല്ല, ഭരൻ സാറ് തന്നെ അത് മോൾഡ് ഉണ്ടാക്കിയിട്ട് അത് ബ്രാസിൽ വാർത്തെടുത്ത നല്ലൊരു ശില്പമായിരുന്നു. അതൊരു 8-10 കിലോ വെയിറ്റ് തന്നെയുള്ളതാണ്. എനിക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ള മെമൻറ്റോസിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത്, ഏറ്റവും വലിപ്പമുള്ളത്, ഏറ്റവും ഭംഗിയുള്ളതായിട്ടുള്ളൊരു മെമൻറ്റോ ആയിരുന്നു വൈശാലിയുടെ. അപ്പോൾ അന്ന് എൻ്റെ 100-ാം ദിവസം ഫംഗ്ഷൻ ഞാൻ സ്റ്റേജിൽ പോയി വാങ്ങിക്കുമ്പോൾ എല്ലാം ഓഡിയൻസ് ഭയങ്കര കയ്യടി, മനസ്സിലായില്ല. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഭയങ്കര ത്രില്ല്, കാരണം തുടക്കമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അപരന് ശേഷം ചെയ്ത പടങ്ങളെല്ലാം എല്ലാ പടങ്ങളും ഒരുമാതിരി ഹിറ്റായിരുന്നു. അതാണ് എൻ്റെ വൈശാലിയെക്കുറിച്ച് സിനിമാ മാസികകളിലൊക്കെ തന്നെ വാർത്തകൾ വരുന്ന സമയത്ത് ആദ്യമേ തന്നെ അതിൻ്റെ ഒരു ഫ്രെയിം ഉള്ളിൽ വരുന്നു. ഇതാരൊക്കെ? ഇത് MT ഭരതൻ എന്ന ടൈറ്റിൽ വരുന്നു, പ്രൊഡ്യൂസർ സ്വാഭാവികമായിട്ട്. ഇതെല്ലാം വന്നു കഴിയുമ്പോഴാണ് പിന്നീട് ഇത് ജനങ്ങളിലേക്ക് എത്തുക. എങ്ങനെ? പോസ്റ്ററുകളിൽ കൂടി. അപ്പോൾ അക്കാലത്ത് ഇതേപോലെ തിരക്ക് പിടിച്ച യാന്ത്രികമായിട്ടുള്ള ടെൻഷൻസ് ഇല്ലാത്തൊരു കാലം കൂടി എന്ന് വിശേഷിപ്പിക്കാം. കാരണം അന്നത്തെ യാത്രകളൊക്കെ തന്നെ സുന്ദരമാണ്. മുമ്പിൽ പോകുന്ന വാഹനവും പുറകെ പോകുന്ന വാഹനവും പരസ്പരം ബഹുമാനിക്കാൻ ശീലിച്ചിരുന്ന ഒരു കാലം കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അല്പസ്വല്പം കണ്ണ് വഴിയോരങ്ങളിലേക്ക് പോയാലും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ
ഈ കണ്ണ് വഴിയോരങ്ങളിൽ തന്നെ ഉടക്കി നിന്നിരുന്ന കാലം. കാരണം ഈ വൈശാലി പോലെയുള്ള ചിത്രങ്ങളുടെ നല്ല പോസ്റ്ററുകളായിരുന്നു. അവിടെ നിന്നാണ് കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ ബസ്സിൽ വെച്ചിട്ടോ പരസ്പരം ഒരു ഡിസ്കഷൻ നടക്കുക. ഇത് കൊള്ളാലോ, ഇതിങ്ങനെ അല്ലേ. അതിൽ നിന്നാണ് പിന്നെ ആ ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലേക്ക് വരുന്നു. തിയേറ്ററിലേക്ക് ആൾക്കാർ വരുത്തുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് പോസ്റ്ററിന് തന്നെയായിരുന്നു ഇന്നത്തെ കാലത്ത്. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ടെക്നോളജി മാറി, കട്ട് ആൻഡ് പേസ്റ്റ് അല്ലെങ്കിൽ വാട്സാപ്പ്. ഇപ്പോൾ പാട്ട് ചെയ്യുന്നവർ തന്നെ പാട്ടിൻ്റെ ഒരു ട്യൂൺ വായുകൊണ്ട് പാടി റെക്കോർഡ് ചെയ്ത് ലിറിക്സിസ്റ്റിന് അയച്ചു കൊടുക്കുന്നു. ലിറിക്സിസ്റ്റ് അതേപോലെ തന്നെ വാട്സാപ്പിൽ അതിൻ്റെ വരികൾ ഒപ്പിച്ച് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അത്ര കണ്ട് ഈസി ആയിട്ടുള്ള ടെക്നോളജിയുടെ കാലത്താണ് അന്ന് രാത്രിയും പകലും ഇല്ലാതെ തന്നെ ഒരു മാനുവലായിട്ടുള്ള ഒരു അല്ലേ. അതും ഈ പറഞ്ഞ പോലെ വെച്ചാൽ അന്ന് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ കാണിക്കുന്ന ഒരുപാട് അഭ്യാസങ്ങളെല്ലാം അന്ന് മാനുവലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് അതിൻ്റേതായ ടൈം എടുത്തിട്ടുണ്ട്, പെയിൻ എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇന്നിപ്പോൾ 3 അസിസ്റ്റൻറ്റ് വേണ്ടിടത്തുനിന്ന് 6 അസിസ്റ്റൻസ് വേണ്ടി വരുമായിരുന്നു. കഴിഞ്ഞാൽ ഓരോ ഡിസൈനിലേക്കും മാനുവലായിട്ട് ഈ ടൈറ്റിൽ നമ്മൾ കൃത്യമായിട്ട് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൊടുത്ത് സ്പ്രേ അടിച്ചിട്ട് ഒക്കെ അത് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യണ സ്ഥലം നമ്മൾ അതിൻ്റെ ഔട്ടർ ലൈൻ നമ്മൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് അതിന് ഷെയ്ഡ് വർക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ അത്രയും സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു ടൈറ്റിൽ മാസ്റ്ററായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എടുത്ത് മൂസ് കൊണ്ട് എടുത്തങ്ങ് പേസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ പറ്റുന്ന ഒരു ഷാഡോ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്ട്സിൽ പോയിട്ട് ഷാഡോ ഇടാം. അന്നൊരു ഷാഡോ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളത് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് സ്പ്രേ ഗൺ വെച്ചിട്ട് നമ്മൾ ആ ഷാഡോ വർക്ക് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് അറ്റത്ത് വരുമ്പോൾ ആയിരിക്കും അത് കംപ്രസർ മൂലൊക്കെ ആയിരിക്കും. കംപ്രസറിൻ്റെ സൗണ്ട് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട് ഡാർക്ക് റൂമിലിടാൻ വെച്ചിട്ടായിരിക്കും ഈ കേബിൾ ഇങ്ങനെ പണിയെടുക്കുന്നവരുടെ കൂടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിലാരെങ്കിലും തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പ്രിസിഷൻ വർക്കല്ലേ, അത് തട്ടിക്കഴിഞ്ഞാൽ ആ വർക്ക് തീർന്നു. പിന്നെ അടുത്ത ഷീറ്റ് എടുത്തിട്ട് ചെയ്യുക എന്നുള്ള. അപ്പോൾ അത്രയും പെയിൻ എടുത്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെയുള്ള എഫക്ട്സും ഈ പറഞ്ഞ പോലെ സംഭവങ്ങളെല്ലാം മറ്റേ മെറ്റാലിക് എഫക്റ്റുകളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ മാനുവലായിട്ട് ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ. അന്നത്തെ സമകാലികർ ആരൊക്കെയാണ് ഇപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ഓർക്കുക, ഷെയർ ചെയ്യുക? അല്ലെങ്കിൽ അന്ന് ഗായത്രി അശോകൻ തന്നെയായിരുന്നു. ഗായത്രി അശോകൻ എന്നെക്കാൾ വർഷങ്ങൾക്ക് മുമ്പ് ഫീൽഡ് അടക്കിയാണ് ആളാണ്. ഞാൻ ഉദ്ദേശിച്ചത് പോസ്റ്റർ രംഗത്ത്, ഡിസൈൻ രംഗത്ത് മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള സൗഹൃദങ്ങളില്ലേ? ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള സൗഹൃദങ്ങൾ കുറവായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സുഹൃത്ത് ബന്ധങ്ങൾ കുറവായിരിക്കും, ഉണ്ടാക്കാൻ പാടായിരിക്കും. ഒരേ സമയത്ത് 4, 5, 6 പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ 6 പ്രൊഡ്യൂസേഴ്സിനെയും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും 6 ഡയറക്ടേഴ്സിനെയും അവരുടെ സ്റ്റാഫിനെ നമ്മൾ ഒരേപോലെ തൃപ്തിപ്പെടുത്തണം. അപ്പോൾ സനലൊരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, അപ്പോൾ എന്നെ വർക്കെല്ലാം ഏൽപ്പിക്കുന്നതിന് ഒരുപാട് രാത്രികളിലിരുന്ന് പലതും ഫീഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഇതെല്ലാം ചെയ്യുന്ന വർക്കിനകത്ത് വരുത്തണ്ടേ. അപ്പോൾ നിങ്ങൾ ഈ വർക്ക് നമ്മൾ ചെയ്തത് കാണുമ്പോൾ എന്തിനാണ് ഇതിലൂടെ ഇതൊക്കെ പറഞ്ഞതെന്ന് തോന്നാൻ പാടില്ലല്ലോ. അങ്ങനെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കണം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും മറ്റേ പടം അത്ര പോരാ, നമ്മുടെ പടം തന്നെയാണ് ഇപ്പോൾ നന്നായിട്ട് സ്കോർ ചെയ്ത് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം നിൽക്കണം. നിങ്ങളിങ്ങനെ കഴിയുമ്പോൾ അടുത്ത പ്രൊഡ്യൂസർ വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഉള്ളിടത്ത് പെരുമാറണം. അപ്പോൾ അത് പെരുമാറ്റം തന്നെയല്ല, പ്രവൃത്തിയിൽ അത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പടങ്ങളെല്ലാവരും എടുത്തുകൊണ്ട് പോകില്ലേ. അപ്പോൾ നമ്മൾ ഈ 6 പേരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത്, ഇപ്പോൾ 4 മെഷീൻ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ 4 മെഷീൻ്റെയും ചോട്ടിൽ എൻ്റെ അസിസ്റ്റൻസിൻ്റെ കൂടെ ഓരോ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ആളവിടെ ഇരുത്തിയേക്കുക. കാരണം അവിടെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളി മറ്റേ പടം ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ അടുത്ത മാസം റിലീസല്ലേ ഉള്ളൂ, ഈ വെള്ളിയാഴ്ച റിലീസാണ്, പടത്തിൻ്റെ വർക്കുകൾ പെൻഡിങ് എടുക്കുകയല്ലേ, നമ്മളത് തീർത്തിട്ട് മറ്റേലേക്ക് അടക്കുന്നതല്ലേ എൻ്റെ മര്യാദ. പക്ഷെ അവിടെ ഒന്നും പറഞ്ഞ് കേൾക്കില്ല. പിന്നെ ഇവൻ ഇടയ്ക്ക് പതുക്കെ എഴുന്നേറ്റ് പോയിട്ട് വരാന്തി പോയിട്ട് മൊബൈലിൽ വിളിക്കുമ്പോൾ നമുക്കറിയാം സാറ് നമ്മുടെ വർക്കൊന്നും പുള്ളി തൊട്ടിട്ട് പോലും ഇല്ല, മറ്റേ വേറെ പടത്തിൻ്റെ ഡയറക്ടേഴ്സൊക്കെ അവിടെ വന്ന് കുത്തിയിരിക്കുക, അപ്പോൾ അത് സമയത്ത് നടക്കും തോന്നണില്ല എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായി? അപ്പം അതൊരു ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നമ്മൾ രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് നമ്മളുടെ വർക്കിൻ്റെ ഒരു ക്ലൈമാക്സ് സ്റ്റേജ്. 8, 8:45, 9, 9:30, 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പാഴ്സൽ ഫുഡ് വരുന്നു. അപ്പോൾ ഒരു ചെറിയ ബ്രേക്കൊക്കെ എടുത്തിട്ട് പിന്നെ വർക്ക് ചെയ്ത് ഒരു 12, 1 മണി, 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ദൂരെ നിന്ന് വന്ന പ്രൊഡ്യൂസറൊക്കെ എന്നാൽ നമുക്ക് നാളെ രാവിലെ വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്താണ് നമ്മൾ ഓഫീസ് പൂട്ടിയിട്ട് ഈ അസിസ്റ്റൻസിനെയൊക്കെ അന്നേരം ഓട്ടോറിക്ഷ ഒന്നും കിട്ടില്ല ആ സമയത്ത്. ഇവരെല്ലാം താമസിക്കുന്ന സ്ഥലത്ത് എടപ്പള്ളിയിൽ, ആലുവയിലൊക്കെ നമ്മൾ കാറിൽ കൊണ്ടേ ആക്കിയിട്ട് വേണം വീട്ടിൽ വന്ന് കിടക്കാൻ. രാവിലെ 8, 8:30 ആകുമ്പോഴത്തേക്ക് ഓഫീസ് തുറന്നില്ല എന്നുകൊണ്ട് ഇവരെ
അവിടെ നിന്ന് ഫോൺ വരും, സാബു എന്താ ഞങ്ങൾ ഇത് ഓഫീസിൻ്റെ പുറത്ത് അരമണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു, തുറക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓടിയെത്തണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. വൈകുന്നേരം എത്ര മണിക്ക് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാണാൻ പറ്റാനാ? മനസ്സിലായി. അത് തന്നെയല്ല, ഈ വേറെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുന്ന സമയത്ത് ഇത് ശിവകാശിയിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ CD ഈ ഡിസൈൻ പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ CD സമയത്തും ശിവകാശിയിൽ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് അവസ്ഥ തന്നെയാണ്. ഞാൻ രാത്രി 10:30 ഒരു ബസ് പോകുന്നുണ്ട് എറണാകുളത്ത് നിന്ന്, ആശീർവാദ് ട്രാവൽസ്. ആ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലെ മുതൽ മരിച്ച് ചെയ്ത ഡിസൈൻ അന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത 24 hours വരെ അത് ഡിലേ ആകുകയാണ്. അപ്പോൾ ഇത് പോയിട്ട് പ്രിൻ്റ് ചെയ്ത് തിരിച്ച് വന്നിട്ട് കോർപ്പറേഷൻ സീലും അടിച്ചിട്ട് കേരളം മുഴുവൻ ഒട്ടിച്ചിട്ട് വേണം പടം റിലീസ് ചെയ്യാൻ. അപ്പോൾ അത്രയും പാക്ക് ടൈമിൽ നമ്മൾ ഈ സാധനം ആ ബസ്സിൽ വിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ വാക്കെല്ലാം മാറ്റി പറയണം, പല നുണകൾ പറയണം, ഒന്നും ഏൽക്കില്ല. അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്ത് തീരാറാവുന്ന സമയത്ത് അല്ലെങ്കിൽ CD റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ കവറിനകത്ത് അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ട് ടേപ്പ് പകുതി ഒട്ടിച്ചിട്ട് ഇങ്ങനെ മടക്കുമ്പോഴത്തേക്ക് അത് പാക്കിംഗ് ആകുന്ന രീതിയിലാക്കി വയ്ക്കും. എന്നിട്ട് അത് റൈറ്റിങ്ങും തീരാറാവുമ്പോഴത്തേക്ക് ഓടി താഴെ വന്നിട്ട് വണ്ടി എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കും. എന്നിട്ട് അസിസ്റ്റൻറ്റ് പയ്യൻ ഓടി വണ്ടി കയറി എന്നിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഈ ബസ് ചിലപ്പോൾ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കയറി വണ്ടി വട്ടം വെച്ചിട്ടാണ് CD അയക്കുന്നത്, മനസ്സിലായി, അല്ലെങ്കിൽ ഡിസൈനിൻ്റെ പാക്കറ്റ് അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ടെൻഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് കലാകാരന്മാരെ പറ്റി അന്വേഷിക്കാനോ ചിന്തിക്കാനോ അവരായിട്ട് സൗഹൃദം ഉണ്ടാക്കാനോ നമുക്കൊരിക്കലും പറ്റില്ല. പിന്നെ വേറെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നിൽ കൂടുതൽ പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും മൂന്ന് പടങ്ങൾ മിനിമം നമുക്ക് ഒരേ സമയത്തുണ്ടാവും വിചാരിച്ചോ. 6 പടം വരെ അറ്റ് എ ടൈമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മളുടെ മനസ്സിൽ 24 hours ഈ ഡിസൈനെ പറ്റി മാത്രം ചിന്തിക്കാനല്ലേ പറ്റുള്ളൂ. 6 പടവും വ്യത്യസ്തമായ പടങ്ങളാണ്, 6 പേരെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യണം. എല്ലാവർക്കും തോന്നണം സാബു നമുക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്, ബാക്കി പടങ്ങൾക്ക് പുള്ളി ഉഴപ്പിക്കളയും, പക്ഷേ നമ്മളുടെ പടം പുള്ളി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യും, മാക്സിമം സ്ട്രെയിൻ എടുത്ത് ചെയ്യുമെന്ന് ഓരോരുത്തർക്കും തോന്നണം. അത് 25 വർഷം അങ്ങനെ തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു പോസ്റ്റർ ഡിസൈനർ ഏതർത്ഥത്തിലും ഒരു ആക്ടർ കൂടിയാവണം അല്ലേ? അതെ അല്ലേ? അതെ അതെ. ഡിസൈൻസ് വരുന്നവരോടൊക്കെ അപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ മ്യൂസിക് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് മദ്രാസിൽ നിന്ന് നേരെ വരും. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു CD ഒക്കെ ആയിട്ട് എൻ്റെ ഒരു മാസ്റ്റർ കോപ്പിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതങ്ങ് ഇട്ട് കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി പറയും, സാബു ഈ വർഷത്തെ പാട്ടിൻ്റെ സംസ്ഥാന അവാർഡ് നമുക്ക് തന്നെ ഉറപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. സൂപ്പറാണ്. അങ്ങനെ ഓരോരുത്തരും വരും നമ്മളുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ പ്രൊഡ്യൂസേഴ്സ് വരിക, അവരാണ് ഏറ്റവും പ്രശ്നം. പണ്ട് കാലത്തെ തിയേറ്ററോട് ചേർന്നുള്ള ടീ ഷോപ്സ്, ചായക്കടകൾ, അവിടെയൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ തിരക്കില്ലായിരുന്നു. പ്രൊഡ്യൂസർ വന്ന് അവരോട് ചോദിക്കുന്ന സമയത്ത് പടം വളരെ മോശമാണെന്നാണ് അഭിപ്രായം എന്നാണ് കടക്കാരൻ ആദ്യം ഫീഡ്ബാക്ക് കൊടുക്കുക അത്രേ. കാരണം എന്ന് പറഞ്ഞാൽ ആരും ചായ കുടിക്കാൻ വരുന്നില്ല. ഓ അങ്ങനെ. അതേസമയം കുറച്ച് നാൾക്ക് ശേഷം വേറൊരു പടം വന്ന സമയത്ത് പറഞ്ഞു നല്ല കച്ചവടമാണ്, എനിക്ക് ഇവിടുന്ന് മാറാൻ നേരമില്ല, സാധാരണ ഇന്റർവെല്ലിനെ തിരക്കുള്ളൂ, ഇത് ഫുൾ ടൈം എൻ്റെ കടയിലെ ആളാണ്, അതിൻ്റെ പേരിൽ പടം നല്ല വിജയമാണ്. അപ്പോൾ ഒരു പടത്തിൻ്റെ വിജയം നിർണ്ണയിക്കുന്ന കാര്യത്തിലും ആ തിയേറ്ററുമായി ബന്ധപ്പെട്ട മേഖലകളിലെ ഒരു ടീ ഷോപ്പിന് വരെയുള്ള ആ കമൻറ്റിൻ്റെ പ്രാധാന്യം ഏത് രീതിയിലാണ് പറഞ്ഞത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും അല്ലേ? അതായത് പടം മോശമായതുകൊണ്ട് ആൾക്കാർ തിയേറ്റർ ഇരിക്കുന്നില്ല, എന്നാൽ പിന്നെ പുറത്തു പോകാനും വയ്യ, അതുകൊണ്ട് വലിയ ചായ കുടിച്ച് നിൽക്കുന്നു. മറ്റേത് പടം നല്ല പടമായതുകൊണ്ട് ആരും ചായ കുടിക്കാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്ന അന്നത്തെ ഒരു കാലഘട്ടം. അപ്പോൾ അന്നത്തെ ഈ വളരെ തിരക്കേത് മാത്രമല്ല, ഇത് കേൾക്കുമ്പോഴത് മനസ്സിലാവുന്നത്. സാധാരണക്കാരൻ പോസ്റ്റ് കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ പുറകിൽ എങ്ങനെ ഈ ഒരു പോസ്റ്റർ ഉണ്ടാകുന്നു അറിയുന്നില്ല. എൻ്റെ സ്ട്രെയിനോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ അത്രമാത്രം ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വർഷം അത് ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഈ ഫെസ്റ്റിവലിന് ആരുടെയൊക്കെ പടങ്ങളാണ് വരുന്നത്, മമ്മൂട്ടിയുണ്ട്, മോഹൻലാലിൻ്റെ, സുരേഷ് ഗോപിയുണ്ടോ, അല്ലെങ്കിൽ മുകേഷിൻ്റെ ഉണ്ട്, ജയറാമിൻ്റെ ഉണ്ട്, അവരൊക്കെയായിരുന്നു അന്നത്തെ പ്രമുഖ, അല്ലെങ്കിൽ ദിലീപിൻ്റെ. അപ്പം ഇതിൻ്റെ ഏതൊക്കെ പോസ്റ്റ്, മമ്മൂട്ടി പടം ആര് ചെയ്യുന്നു, മോഹൻലാൽ പടം ഏത് ഡിസൈനർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ചർച്ചകളായിരിക്കും. അപ്പോൾ ഒരു വർഷം 6 പടവും ഞാനാണ് ചെയ്യുന്നത്, ഒരു വിഷുവിന് 6 പടവും ഞാനാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു
ഏപ്രിൽ 14 വിഷു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പഴയ നവംബർ മുതൽ മാനസികമായിട്ട് ഞാനിങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ആ സമയത്താണ് എൻ്റെ കുടുംബത്തിൽ പലർക്കും ചിക്കൻ പോക്സ് വരുന്നത്. മനസ്സിലായില്ലേ? ആദ്യം മകൾക്ക് വരുന്നു. അപ്പോൾ ചിക്കൻ പോക്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾക്ക് വരുള്ളൂ. ഒരാൾക്ക് വന്ന് മാറിക്കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് വരുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ വൈഫിന് വരുന്നു. അത് കഴിഞ്ഞപ്പോൾ വൈഫിന് ചേച്ചിട്ട് മോൾക്ക് വരുന്നു. അവരിങ്ങോട്ട് കൊണ്ടുവരുന്നു. കാരണം ചിക്കൻ പോക്സ് മൊത്തം വന്നൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ വേറെ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട് ഹോസ്പിറ്റൽ പോലെയായി. അപ്പോൾ പിന്നീട് വന്നവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇളയ മോൾക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇളയ മോൾക്ക് വന്നു. അപ്പോൾ ഈ ഓരോരുത്തർക്കും വന്നു പോകുമ്പോൾ 15 ദിവസം തള്ളി പോവുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം കൂടെ കിടന്ന് വിരകുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റൂമിലേക്ക് നമ്മൾ കേബിൾ TV കണക്ട് ചെയ്ത് കൊടുക്കുക, വേറെ TV കൊണ്ട് വെച്ച് കൊടുക്കുക, എല്ലാ ദിവസവും വരെ പോയി കാണുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം തുടങ്ങണേന് ജസ്റ്റ് മുമ്പാണ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നതെന്നുണ്ടെങ്കിൽ ഈ 6 പടത്തിൻ്റെ സ്റ്റിൽസ് എടുത്തുകൊണ്ട് പോകില്ല പ്രൊഡ്യൂസേഴ്സ്. അപ്പം എനിക്കിത് ആദ്യമേ വന്ന് പോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ നവംബർ മുതൽ ഈ ഓരോ 15 ദിവസം ഗ്യാപ്പിൽ ഓരോരുത്തർക്കും വരുന്നവരുടെ കൂടെ ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് നടന്നിട്ടും എനിക്ക് ചിക്കൻ ബോക്സ് വന്നില്ല. 6 പടവും ഞാൻ ചെയ്തു. അപ്പം ഞാൻ പറയായിരുന്നു അതിൻ്റെ നമ്മളുടെ ഒരു സ്ട്രെസ് അതിനകത്തുള്ളത്. 6 പടം ഒരുമിച്ച് ഒരു പരസ്യ കലാകാരന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവം. തീർച്ചയായിട്ടും അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വരെ ചെയ്തിട്ടുണ്ടെന്ന് പറയായിരുന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല. ഫീൽഡിലേക്ക് സാബോട്ട് വരുന്ന സമയത്തൊക്കെ എത്രത്തോളമായിരുന്നു ശിഷ്യരുടേതായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ? അതായത് ഈ രംഗത്തേക്ക് വരണം, ഈ ടെക്നോളജി അല്ല, ടെക്നിക്സ്, പ്രതിഭ, ഇത് രണ്ടുമാണല്ലോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ടെക്നോളജി വരുമ്പോൾ ഇത് രണ്ടും ഒളിക്കുകയാണല്ലോ ചെയ്യുന്നത്. എത്ര പേരുണ്ടായിരുന്നു? ഐ മീൻ ജൂനിയേഴ്സായിട്ട് 5-6 പേരൊക്കെ ഒരു സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം നല്ല നല്ല കലാകാരന്മാരായിരുന്നു. ഇവരാരും നമ്മുടെ അടുത്തേക്ക് വരുന്നത് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആകാമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ഇപ്പം എൻ്റെ കൂടെ 10 വർഷം എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിന്ന ആൾ റഹ്മാൻ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫീൽഡിൽ കുറേ കാലം നന്നായിട്ട് വർക്ക് ചെയ്തു. ഒരുപാട് വർഷങ്ങളിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകളുടെ പോസ്റ്റേഴ്സ് ചെയ്ത കലാകാരൻ പുള്ളിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫീൽഡ് വിട്ടുപോയി. കാരണം ആ ഫീൽഡിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഇപ്പോൾ ഫീൽഡിൽ അതിന് വേറെ കാരണങ്ങളുണ്ട്. പുള്ളി പൂർണ്ണമായിട്ടും ഫീൽഡ് വിട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന റഹ്മാൻ നല്ല പെയിൻറ്ററാണ്, ബേസിക്കലി നല്ല ആർട്ടിസ്റ്റാണ്, നല്ല കലാകാരനാണ്, നല്ല സത്യസന്ധനാണ്. സമയത്ത് ഓഫീസിൽ വരും, കൃത്യമായിട്ട് വർക്ക് ചെയ്യും, ആരോട് സംസാരിക്കാൻ നിൽക്കില്ല, കൃത്യമായിട്ട് ഇത്ര മണി കഴിയുമ്പോൾ പുള്ളി ഇറങ്ങിപ്പോവുകയും ചെയ്യും. വർക്ക് ചെയ്യും നന്നായിട്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും വരുമ്പോൾ അവർ പിന്നീട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ചിട്ട് വരുന്നതല്ല. അപ്പോൾ ഇതിനോടുള്ള ആ എന്താ പറയുക, വർക്കിനോടുള്ള ആ ഇഷ്ടം കൊണ്ട് വരുന്നതാണ്. അപ്പം അങ്ങനെ ഓരോരുത്തർ വന്ന് പെട്ടവരെല്ലാം പിന്നീട് ഇൻഡിപെൻഡൻ്റായി മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരക്ക് വരുമ്പോൾ ഇപ്പോൾ 6 പടം 5 പടമൊക്കെ ഒരേ സമയത്ത് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരേപോലെ കാണുക എന്നൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ ചില പാളിച്ചകൾ വരും. ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറുടെ അസിസ്റ്റൻറ്റിനെ ഒരു 1-2 മണിക്കൂർ സെറ്റിൽ ഇരുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് റീസണും കാണും. ചിലപ്പോൾ അതിനു മുമ്പ് റിലീസാകേണ്ട പടത്തിൻ്റെ വർക്ക് നടക്കുമ്പോൾ നമുക്ക് ഇരിക്കുന്നതിനകത്ത് നമുക്ക് കുറ്റബോധം തോന്നാറില്ല. നമുക്ക് ആദ്യം റിലീസാകേണ്ട പടത്തിൻ്റെ വർക്കല്ലേ. നാളെ മനോരമയിൽ റിലീസ് ഡേറ്റിലെ പത്രത്തിലെ പരസ്യത്തിനകത്ത് ലാസ്റ്റായിരിക്കും സ്റ്റേഷൻ ലിസ്റ്റ് 5 എണ്ണം മാറി നൂൺ ഷോ 3 ഷോ ആക്കണം, 3 ഷോ നൂൺ ഷോ ആക്കണം, ചില തിയേറ്റർ വേണ്ടാന്ന് വെക്കാൻ പറയും. അപ്പോൾ എന്താ അലൈൻമെൻറ്റുകളൊക്കെ പിന്നെ മാറുമല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഒരാൾ ഇരിക്കുന്നതിനെ പറ്റി അങ്ങനെ വലിയ കുറ്റബോധത്തോടൊന്നും ചിന്തിക്കാറില്ല. പക്ഷേ അതാ നമ്മൾ എത്രയും കാലം വർക്ക് തന്ന് സഹായിച്ച പ്രൊഡ്യൂസർക്ക് ഡിസ്ട്രിബ്യൂട്ടർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അവിടെ പോയിട്ട് അയാൾ 3 മണി വരെ ഇരുന്ന് സെറ്റിൽ നിന്ന് ഉറങ്ങിയിട്ട് അയാൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നൊക്കെ തോന്നുമ്പോൾ ആണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോരുത്തരും മാറുന്നത്. അപ്പോൾ നമ്മൾ അസിസ്റ്റൻസിനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് അടുത്ത പടം ചെയ്യാൻ പറ്റും. കാരണം നമ്മളായിട്ട് ഇങ്ങനെ ഇടപഴകി നമ്മളുടെ അസിസ്റ്റൻസിൻ്റെ എല്ലാം കപ്പാസിറ്റി ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആരുടെ അസിസ്റ്റൻ്റ് ആകാതെ സ്ട്രെയിറ്റ് ആയിട്ട് ലാൻഡ് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം അങ്ങനെ കിട്ടണമെന്നില്ല. അന്നത് ആസ്വദിച്ചിരുന്നു. ഏത് ഈ ഭരതൻ പത്മരാജൻ എന്ന് പറയുന്നത് പോലെ തന്നെ ആ കാലഘട്ടത്തിലെ സൂപ്പർ ഹിറ്റ്, ഇപ്പോൾ സിബി മലയിലാണെങ്കിലും കമലാണെങ്കിലും ഈ ഒരു ഗാങ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ ഒരു അംഗമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ അന്ന് അതൊരു പാഷനായിരുന്നോ അതോ കുറച്ച് കഴിയുമ്പോഴും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് എന്ന രീതിയിൽ അങ്ങനെ? ഇല്ല, നമുക്ക് എപ്പോഴും ഒരു പടത്തിൻ്റെ വർക്ക് കിട്ടും. ഞാൻ എപ്പോഴും ഇത് ആലോചിക്കാം, എത്രയും 10-25 വർഷം കൊണ്ട് 1000-600 സിനിമ ചെയ്തെങ്കിലും ഇപ്പോഴും ഒരു പടം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്.
ഭയങ്കര ടെൻഷനാണ്. ഈ SSLC പരീക്ഷയുടെ തലേദിവസം പിള്ളേർ ഇങ്ങനെ പേടിക്കുന്ന പോലെ ഒരു ഭയമാണ് ഉള്ളിൽ. അപ്പോൾ ഞാനത് ആലോചിച്ചപ്പോൾ ആ ഭയമായിരിക്കാം ചെന്നൈയിലിപ്പോൾ ഇത്രയും വർഷം കൊണ്ട് എത്തിച്ചത്. അല്ലെങ്കിൽ കുറേ പടം ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ജോലി പോലെ അങ്ങ് എടുക്കുകയെന്നുണ്ടെങ്കിൽ പണ്ടേ ഞാൻ ഔട്ടായേനെ. അങ്ങനെ അത് തന്നെയല്ല, ഞാൻ കാണാത്ത ഒരൊറ്റ ഡിസൈൻ ഇപ്പോൾ അസിസ്റ്റൻസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചില ഒരു പക്ഷേ എന്നെക്കാൾ നന്നായിട്ട് ചിലപ്പോൾ അവർ ചെയ്യുമായിരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലുള്ളതല്ലാത്ത ഞാൻ കാണാത്ത ഒരു ഡിസൈനും ലോകം കണ്ടിട്ടില്ല, അതിനെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ചിബി മലയാൽ സാറിൻ്റെ ഭരതം, കമലദൾ അങ്ങനെയുള്ള പ്രമുഖ പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ത്രില്ലുണ്ട്. വെച്ചാൽ മലയാള സിനിമയെ തന്നെ ഭയങ്കര ചർച്ചകളുണ്ടാക്കി, അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട പടങ്ങളായിരുന്നല്ലോ ഭരതവും കമലദളമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇടപഴകുകയും അതിൻ്റെ വർക്ക് ചെയ്യുകയും അത് എല്ലായിടത്തും സംസാരിക്കപ്പെടുകയും ആ പടം 100 ദിവസം വരെ ഓടും, അതിൻ്റെ സെലിബ്രേഷനൊക്കെ നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പാർട്ടാകുന്നതിൻ്റെ ത്രില്ലുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഒരിക്കലും ഒരു പാർട്ട് ഓഫ് ജോബ് ചെന്ന് ചേരില്ല. സിദ്ദിഖ് ലാലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ റാംജി റാവ് സ്പീക്കിംഗ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പടങ്ങളും ഹിറ്റാണല്ലോ. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ളൊരു കൂട്ടായ്മ. അപ്പോൾ ഓരോ പടവും 100 ദിവസം ഓടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ത്രില്ല്, അപ്പം അങ്ങനെയെന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫീലായിരുന്നു. അങ്ങനെ കത്തി നിന്ന ആ കാലം എന്ന് പറയുമ്പോൾ 1-ാം ദിവസം ഒരാഘോഷം, അതായത് ഇന്ന് ഈ ചിത്രത്തിൻ്റെ ഷൂട്ട് തുടങ്ങുന്നു. 10-ാം ദിവസം മറ്റൊരാഘോഷം, ഇന്ന് ഇതിൻ്റെ ഫേസ്ബുക്ക് പേജ് ഇനാഗുറേറ്റ് ചെയ്യുന്നു. 25-ാം ദിവസം വേറൊരു ആഘോഷം, ഇന്നാണ് വാട്സാപ്പിലെ പുതിയ ആപ്പ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ആഘോഷം. അങ്ങനെ 50-ാം ദിവസം ആകുമ്പോഴത്തേക്കും ഷൂട്ടൊക്കെ തീരുമ്പോഴത്തേക്കും ഇങ്ങനെ ആഘോഷങ്ങളിലൂടെ ഒരു ചിത്രം ഇന്നത്തെ കാലഘട്ടത്തിൽ ജനപ്രീതിയിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങളെല്ലാം വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളത് 2014 കണക്കുകളെടുക്കുമ്പോൾ 450ഓളം കോടി രൂപ ചെലവ് വന്ന മേഖലയിൽ 100-150 കോടി മാത്രം ആണ് പിരിഞ്ഞു കിട്ടിയത്, ലാഭത്തിലേക്ക് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിജയാഘോഷങ്ങളുടെ പശ്ചാത്തലം ഏത് രീതിയിലാണ്? എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാലം മുഴുവൻ വഴിയോരങ്ങളിലെ ഒരൊറ്റ കാഴ്ച കൊണ്ട് തന്നെ ഒരു ചിത്രത്തിൻ്റെ വിജയ പരാജയങ്ങളെ വിലയിരുത്താൻ കഴിഞ്ഞ ഒരു കാലഘട്ടം അല്ലേ? അതെ. ഇന്ന് ഈ ആഘോഷങ്ങൾക്ക് അപ്പുറത്ത് അന്ന് ഒരു കാഴ്ച മതി. അല്ല, ഇന്ന് അന്നത്തെ പോലെ ആഘോഷങ്ങളില്ല എന്ന് വേണം പറയാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ന് മെയിൻ സ്റ്റേഷനിൽ ഓടി 100 ദിവസം ഓടിക്കഴിഞ്ഞാലാണ് A സെൻറ്ററിൽ നിന്ന് B സെൻറ്ററിലേക്ക് പടം കിട്ടുള്ളൂ. മനസ്സിലായി? ഇപ്പോൾ കൊച്ചിയിൽ ഓടിയ പടം തൃപ്പൂണിത്തുറയിൽ കാണണമെന്നുണ്ടെങ്കിൽ, അവിടെ ഉള്ളവർ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ വരണം. അപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ 100 ദിവസം 3 മാസം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ചോറ്റാനിക്കര പോലെയുള്ള C സെൻറ്ററിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും കാലഘട്ടങ്ങൾ കൊണ്ടാണ് ഒരു പടം ഇത്രയും പ്രേക്ഷകർ കണ്ടു തീരുന്നത്. അപ്പം അതുകൊണ്ടാണ് 100-ാം ദിവസം ഫംഗ്ഷനുകളൊക്കെ അന്ന് ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ 100-ാം ദിവസം ഫംഗ്ഷനുകൾ വളരെ കുറവല്ലേ? 100 ദിവസം തിയേറ്ററിൽ ഓടിയിട്ട് അതിന് വേണ്ടിയിട്ട് വലിയൊരു ഫംഗ്ഷൻ അങ്ങനെ ഒരുപാട് അതിനകത്ത് പങ്കെടുത്ത ആൾക്കാരെയും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫംഗ്ഷനോ ഒരു സെലിബ്രേഷനോ മെമെൻറ്റോ കൊടുക്കലോ ഒക്കെ അന്നത്തെ പോലെ ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഒരു പരിധിവരെ ഈ ഓരോ ദിവസങ്ങളുടെ ആഘോഷം പിന്നെ അപ്രതീക്ഷിതമായി എന്നാൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ചില ചിത്രങ്ങൾ ആ ഒരു സംഖ്യയിലേക്ക് എത്തുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടിട്ടുള്ള കൂട്ടായ്മകളൊന്നും പതിവില്ല. പറഞ്ഞ പോലെ വളരെ ലഘുവായ രീതിയിലുള്ള അത് മാധ്യമങ്ങളിൽ കൂടി പിന്നെയും ചർച്ചയ്ക്ക് അന്നെല്ലാം പബ്ലിക് ഫംഗ്ഷനുകളായിരുന്നു. പബ്ലിക് ഫംഗ്ഷൻസ് ആയിരുന്നു. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അതായത് പെട്ടെന്നാണ് സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? അറിഞ്ഞില്ല. ഒരു കാലഘട്ടത്തിലേക്ക് ഒരു കപ്പ് ചായയിലൂടെ എങ്ങനെ സഞ്ചരിക്കാം, അതാണ് പുലർകാലത്തിലെത്തുന്ന അതിഥികൾ അവരുടെ ഓർമ്മകളിലേക്ക് ചേക്കേറുക. ആ ഓർമ്മകൾ അതിമനോഹരമായി ലയിച്ച് നമ്മൾക്ക് വേണ്ടി പങ്കുവയ്ക്കുക. അങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച നിരവധി ചിത്രങ്ങൾ ഏത് രീതിയിലാണോ ഒരു പോസ്റ്ററിലെ കാഴ്ചയായി നമുക്ക് സമ്മാനിക്കാനായി നല്ലൊരു കയ്യൊപ്പ് ഭഗവാൻ കൊടുത്തിട്ടുണ്ട് കയ്യിൽ. അത് ഇപ്പോഴത്തെ കാലത്തിലല്ല, ഒരു മൗസിൻ്റെ തുമ്പിലായിരുന്നില്ല അന്നത്തെ കൈകൾ. അന്ന് കയ്യിലെന്ന് പറഞ്ഞാൽ സാധാരണ ബ്രഷും സാധാരണ ബ്ലേഡും പറഞ്ഞ പോലെ സ്പ്രേയൊക്കെ ചേർത്തിട്ടാണ് രാത്രിയും പകലും. വളരെയധികം നന്ദി അറിയിക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയാണ് നന്ദിയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആ ഒരു കാലഘട്ടത്തെ ഓർക്കാനായി കഴിഞ്ഞിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ സാബു കൊളോണിയ, ഞങ്ങൾക്ക് ആശ്വാസമാണ് ഒരു തലമുറയ്ക്ക്. കാരണം
ഇപ്പോഴത്തെ ഒരു തലമുറ ഇത് കേൾക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. എന്നാൽ ഒരു കാലഘട്ടം മുഴുവൻ ഇപ്പോഴും നെഞ്ചേറ്റുന്നവർ തീർച്ചയായിട്ടും ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് EON ടി പുലർകാലത്തിൽ ഒരു വിശിഷ്ടാതിഥിയായിട്ട് അങ്ങയുടെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ തുടക്കം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനായി ഞങ്ങൾ ക്ഷണിച്ചത്. ക്ഷണം സ്വീകരിച്ചെത്തി ധന്യമാക്കിയതിൽ വീണ്ടും 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 നന്ദി അറിയിക്കുന്നു. പുലർകാലത്തിൽ എത്തിയതിലുള്ള സന്തോഷം, ജീവൻ ടി വിയുടെ ഈ പുലർക്കാല ഉപഹാരം വളരെയധികം. ഇന്നത്തെ EON ടി പുലർക്കാലം ഇവിടെ ഉപസംഹരിക്കുന്നു. എത്ര കാലം കഴിഞ്ഞാലും ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴും ഒരു പാട്ട് കേൾക്കുമ്പോഴും ഒരു യാത്ര പുറപ്പെടുമ്പോഴും ഒക്കെ തന്നെ നമ്മുടെ മനസ്സ് ആ ചിത്രങ്ങളാണ് ആദ്യം സമ്മാനിക്കുക. യാത്ര പുറപ്പെടാൻ വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു നമ്മൾ, അല്ലേ? മനസ്സുകൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെയൊക്കെ യാന്ത്രികമായിട്ട് അങ്ങ് യാത്ര ചെയ്ത് പോകും എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ കുറേ വിഷ്വൽസ് മനസ്സിലൂടെ പാഞ്ഞു പോകുന്നു. ഒരു വഴിയോര കാഴ്ചയിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പുറയും ഇപ്പുറയും മാറി മാറി മറിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ പോലെ എന്നതുപോലെയാണ് ഇന്നും നല്ല മധുരമുള്ള ഓർമ്മകൾ നമുക്ക് വേണ്ടി സമ്മാനിക്കാനായി നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ സാബു കൊളോണിയ. ഇന്നത്തെ EON ടി പുലർക്കാലം നിങ്ങൾക്ക് ഹൃദ്യമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്തു വന്നാലും തളരാതെ പതറാതെ ജീവസോടെ മുന്നോട്ട് പോകാൻ ഏവർക്കും കഴിയണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും സന്ധിക്കാം. അതുവരേക്കും നമസ്കാരം.